നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ. പ്രധാന വാർത്തകൾ. ആലപ്പുഴ വൈദ്യുതി ഭവൻ ഓഫീസിന് മുന്നിൽ കുറുവാ സംഘം എന്ന ബോർഡ് സ്ഥാപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത്. ആലപ്പുഴ ശവക്കോട്ട പാലത്തിന് സമീപം വൈദ്യുതി ഭവൻ ഓഫീസിന്റെ നെയിം ബോർഡിലാണ് കുറുവാ സംഘം എന്ന ബോർഡ് സ്ഥാപിച്ചത്. ജലജീവൻ മിഷൻ പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ പൊളിച്ച റോഡ് പൂർവ്വസ്ഥിതിയിലാക്കി പ്രദേശവാസികളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് തൃക്കുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ UDF ജനപ്രതിനിധികൾ വാട്ടർ അതോറിറ്റി ആലപ്പുഴ പ്രോജക്ട് മാനേജറുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം സംഘടിപ്പിച്ചു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ആലപ്പുഴയും ജില്ലാ ടൂറിസം പോലീസും സംയുക്തമായി ബീച്ച് ക്ലീനിംഗ് പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ ബീച്ചിൽ നടത്തിയ ശുചീകരണ പരിപാടി ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ നഗരസഭ പള്ളാത്തുരുത്തി വാർഡിൽ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. പള്ളാത്തുരുത്തി കന്നിട്ട ജെട്ടിക്ക് സമീപം ആരംഭിച്ച ആരോഗ്യ കേന്ദ്രം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ആലപ്പുഴ വൈദ്യുതി ഭവൻ ഓഫീസിന് മുന്നിൽ കുറുവാ സംഘം എന്ന ബോർഡ് സ്ഥാപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത്. ആലപ്പുഴ ശവക്കോട്ട പാലത്തിന് സമീപം വൈദ്യുതി ഭവൻ ഓഫീസിന്റെ നെയിം ബോർഡിലാണ് കുറുവാ സംഘം എന്ന ബോർഡ് സ്ഥാപിച്ചത്. KSEB ഓഫീസിന് മുന്നിൽ കുറുവാ സംഘം എന്ന ബോർഡ് സ്ഥാപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത്. വൈദ്യുതി നിരക്ക് വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ശവക്കോട്ട പാലത്തിന് സമീപം വൈദ്യുതി ഭവന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരത്തെ തുടർന്നാണ് KSEBയുടെ ഓഫീസ് നെയിം ബോർഡിൽ കുറുവാ സംഘം ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന ബോർഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്ഥാപിച്ചത്. കുറുവാ സംഘം നടത്തുന്ന കൊള്ള പോലെയാണ് സംസ്ഥാന സർക്കാർ കേരളത്തിലെ ജനങ്ങളെ കൊള്ളയടിക്കുന്നതെന്ന് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് MP പ്രവീൺ പറഞ്ഞു. ഈ ഒരു തലയ്ക്ക് അടികൊടുക്കുന്ന തരത്തിൽ കേരളത്തിലെ സർക്കാർ മാറിയിരിക്കുകയാണ്. ഇതൊരു കനത്ത ആഘാതമായി ജനങ്ങളെ കബളിപ്പിക്കുന്ന ഈ നടപടി അടിയന്തരമായി പിൻവലിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ സമരം ഈ ഓഫീസിന് മുമ്പിലും കേരളത്തിലാകമാനം നടക്കും. വൈദ്യുതി മന്ത്രിക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് സൃഷ്ടിക്കും. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. കേരളത്തിലെ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഇലക്ട്രിസിറ്റി ബോർഡ് മന്ത്രി, ആ മന്ത്രിക്ക് യാതൊരു അധികാരവുമില്ല. ചുമ്മാതെ വെറുതെ ചത്തുകുത്തി നോക്കിയിരിക്കുന്ന സാഹചര്യമാണ് പിണറായി വിജയൻ കൽപ്പിക്കുന്ന. പിണറായി വിജയൻ പണ്ട് വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നപ്പോ ലാവ്ലിൻ കേസ് അഴിമതി നടത്തിയതുപോലെ ഈ കൃഷ്ണൻകുട്ടിയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഒരു വലിയ അഴിമതിക്ക് ചൂട്ട് കത്തിക്കുന്ന നടപടിയുമായി പിണറായി വിജയൻ പോയിരിക്കുകയാണ്. അതുകൊണ്ട് അതിശക്തമായ പ്രക്ഷോഭം കേരള കുറുവ ഇലക്ട്രിസിറ്റി ബോർഡിനെതിരെ അതിശക്തമായ പ്രക്ഷോഭവുമായി കടന്നു. കുറുവാ സംഘം രാത്രിയിൽ മാത്രം കൊള്ള നടത്തുമ്പോൾ കേരള സർക്കാർ രാവും പകലും കൊള്ള നടത്തുകയാണെന്നും വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള നീക്കം പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടിയുമായി പാർട്ടി മുന്നോട്ടു പോകുമെന്നും പ്രവീൺ കൂട്ടിച്ചേർത്തു. ആലപ്പുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷാഹുൽ പുതിയപറമ്പിൽ പ്രതിഷേധ സമരത്തിൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ റഹീം വെറ്റക്കാരൻ, സരുൺ റോയ്, രജിനസ് ഉണ്ണിത്താൻ, DCC ജനറൽ സെക്രട്ടറി TV രാജൻ, സിറിയക് ജേക്കബ്, K നൂറുദ്ദീൻ കോയ, റിനു ബൂട്ടോ, സജിൽ ഷെരീഫ്, നായിഫ് നാസർ, തൻസിൽ നൌഷാദ്, വിഷ്ണു പ്രസാദ്, സമീർ പുന്നപ്ര, K മാർട്ടിൻ, S ഷഫീഖ്, ബിജു താഹ, TL പോൾ, അരുൺ സാബു, അജി കൊടിവീട്, സുഹൈൽ നവാസ്, നിഖിത കൽപിത് എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. പകൽ കൊള്ളയുടെ പ്രതീകമായി പന്തം കൊളുത്തിയാണ് പ്രവർത്തകർ സമരത്തിൽ അണിനിരന്നത്. ജലജീവൻ മിഷൻ പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ പൊളിച്ച റോഡ് പൂർവ്വസ്ഥിതിയിലാക്കി പ്രദേശവാസികളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് തൃക്കുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ UDF ജനപ്രതിനിധികൾ വാട്ടർ അതോറിറ്റി ആലപ്പുഴ പ്രോജക്ട് മാനേജറുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം സംഘടിപ്പിച്ചു. ജലജീവൻ മിഷൻ പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വെട്ടിപ്പൊളിച്ച തൃക്കുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ റോഡുകൾ അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കുത്തിയിരിപ്പ് സമരം സംഘടിപ്പിച്ചു. തൃക്കുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S വിനോദ് കുമാറിന്റെയും UDF അംഗങ്ങളുടെയും നേതൃത്വത്തിൽ കേരള വാട്ടർ അതോറിറ്റി പ്രോജക്ട് ഡിവിഷൻ ആലപ്പുഴ പ്രോജക്ട് മാനേജറുടെ കാര്യാലയത്തിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ പരിപാടി KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. ജലജീവൻ മിഷന് വേണ്ടിയിട്ട് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് റോഡ്
മുറിച്ചിട്ടതിന് ശേഷം അത് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച്. പക്ഷേ ദൗർഭാഗ്യവശാൽ കേരളത്തിലെ ജലജീവൻ മിഷനോ വാട്ടർ അതോറിറ്റിയോ അതുമായി ബന്ധപ്പെട്ട ആളുകളോ അതിന് പുല്ല് വില പോലും കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ പ്രതിഷേധ സമരങ്ങൾ നടത്തേണ്ടതായിട്ട് വരുന്നത്. അവർ പറയുന്നത് എത്ര വലിയ കാര്യമാണ്. തൃക്കുന്നപ്പുഴ എന്ന് പറയുന്നത് ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ ആ ഗ്രാമപ്രദേശത്ത് 50 റോഡുകൾ വെട്ടിമുറിച്ചിട്ടിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ ഞങ്ങളാരും വികസനത്തിനെതിരല്ല. ജലജീവൻ മിഷൻ അടക്കമുള്ള ഒട്ടേറെ പദ്ധതികൾ നമുക്കറിയാം. ഗ്രാമീണ മേഖലയിലെ പൈപ്പ് സ്ഥാപിച്ചുകൊണ്ട് ശുദ്ധമായ കുടിവെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി പരിപാടികൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് UPA ഗവൺമെന്റും കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റുമാണ്. പക്ഷെ ഞങ്ങൾ വികസനത്തിനെതിരല്ല. പക്ഷെ വികസനം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടുകൊണ്ടായിരിക്കണമെന്ന് തൃക്കുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. വിനോദ് കുമാർ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ CR തൃക്കുന്നപ്പുഴ, B. അമ്മിനി ടീച്ചർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പടന്നയിൽ മുഹമ്മദ് കുഞ്ഞ്, S. ദീപു, CDS ചെയർപേഴ്സൺ ഷീജ ബോസ് എന്നിവർ കുത്തിയിരിപ്പ് സമരത്തിന് നേതൃത്വം നൽകി. അമ്പലപ്പുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV മനോജ് കുമാർ, ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് S. ഗോപകുമാർ, RSP ജില്ലാ കമ്മിറ്റി അംഗം R. ചന്ദ്രൻ, യൂത്ത് കോൺഗ്രസ് നേതാവ് റിനു ഭൂട്ടോ, പ്രവാസി കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ഷാജി ജമാൽ, ഇക്ബാൽ നൂറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ആലപ്പുഴയും ജില്ലാ ടൂറിസം പോലീസും സംയുക്തമായി ബീച്ച് ക്ലീനിംഗ് പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ ബീച്ചിൽ നടത്തിയ ശുചീകരണ പരിപാടി ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പ്രോജക്ട് ആലപ്പുഴയും ജില്ലാ ടൂറിസം പോലീസും സംയുക്തമായി ആലപ്പുഴ ബീച്ച് ക്ലീനിംഗ് പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ ബീച്ച് ക്ലീനിംഗ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാവരും കപ്പ് ഓഫ് ഗ്ലാസ് കുടിക്കുന്ന ഒന്നിങ്ങനെ നോക്കിയിട്ട് മെല്ലെ താഴെ അങ്ങിടും. ആരും കാണുന്നില്ലെങ്കിൽ അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിക്കും. ആ ഒരു കൾച്ചർ നമ്മളിൽ നിന്ന് മാറ്റണം. ഇറ്റ് ഷുഡ് ബി ആൻ ഇന്നർ തിങ്. നമുക്ക് തന്നെ തോന്നണം ഈ വേസ്റ്റ് ഒരു ഇതല്ലാതെ. മനസ്സിലായില്ലേ? നിങ്ങൾ ഈ കുറച്ച് നേരം ഒരു 100 മീറ്ററോ 200 മീറ്ററോ ക്ലീൻ ചെയ്തതിനെ കൊണ്ട് ഈ ഏരിയ മുഴുവൻ ക്ലീൻ ചെയ്യുന്നുള്ള പ്രതീക്ഷയൊന്നും ഇപ്പോൾ നമുക്കില്ല. പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന ഈ മെസ്സേജ് ഈ കാണുന്ന ആളുകൾക്കും ഇത് വൈറലാവുന്നതോടുകൂടി ഇത് എത്രത്തോളം സോഷ്യൽ മീഡിയകളിലൂടെ പോകുന്നുള്ളതും ഇമ്പോർട്ടൻസ് അനുസരിച്ചിരിക്കും. അറ്റ്ലീസ്റ്റ് ഇതോട് ബന്ധപ്പെട്ടിരിക്കുന്ന കുറേ ആളുകൾക്ക് ഈ മെസ്സേജ് കിട്ടും. അപ്പോൾ ഹോപ്പ് ദ ബെസ്റ്റ്. പൊതുസ്ഥലത്ത് ശുചീകരണ പ്രവർത്തനം നടത്തി വലിയ സന്ദേശമാണ് കുട്ടികൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. SDV ബോയ്സ്, ലജനത്തുൽ മുഹമ്മദിയ എന്നീ സ്കൂളുകളിലെയും 100ഓളം സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളും ടൂറിസം SI ബേർലി ജോസഫ്, SPC അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ MS അസ്ലം, ഓഫീസ് അസിസ്റ്റന്റ് അഖിൽ, അധ്യാപകരായ മഞ്ജിത് തോമസ്, അനസ്, അനീഷ്യ, പ്രീജാബി മേനോൻ, ടൂറിസം പോലീസ് ഉദ്യോഗസ്ഥരായ രാജേഷ്, V. ശ്രീകല, സുനിൽ കുമാർ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ആലപ്പുഴ നഗരസഭ പള്ളാത്തുരുത്തി വാർഡിൽ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. പള്ളാത്തുരുത്തി കന്നിട്ട ജെട്ടിക്ക് സമീപം ആരംഭിച്ച ആരോഗ്യ കേന്ദ്രം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ നഗരസഭ പള്ളാത്തുരുത്തി വാർഡിൽ ആധുനിക സൗകര്യങ്ങളോടെ നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. നഗരസഭയ്ക്ക് കീഴിലെ 7ാമത്തെ ജനകീയ ആരോഗ്യ കേന്ദ്രമാണ് പള്ളാത്തുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചത്. പള്ളാത്തുരുത്തി കന്നിട്ട ചെട്ടിക്ക് സമീപം ആരംഭിച്ച ആരോഗ്യ കേന്ദ്രം H. സലാം MLA നാടിന് സമർപ്പിച്ചു. അപ്പോൾ ആ വ്യവസായികൾ ആ രംഗത്തേക്ക് വന്നെന്ന് പറഞ്ഞാൽ മറ്റു പല മേഖലയ്ക്കകത്തെയും ഒരു വ്യവസായം പോലെ തന്നെ അവർ കാണുന്നൊരു മേഖലയായി കേരളത്തിലെ ഈ മെഡിക്കൽ രംഗത്തെ കാണാം. ഇപ്പോൾ എറണാകുളത്തൊരു ഹോസ്പിറ്റൽ എനിക്ക് നേരിട്ടറിയാം. ഒന്നല്ല ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഒരെണ്ണം എലിപ്പനി വന്ന് ഇത്തിരി സീരിയസ് ആയി ആളുകൾ പെട്ടെന്ന് കൊണ്ടുപോകണം പറയുമല്ലോ. അങ്ങനെ കുറച്ച് പേര് നടപ്പെടും നമ്മുടെ നാട്ടിൽ. കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുപോകാൻ പറഞ്ഞവൻ കാണില്ല. കൊണ്ടുപോയ ആളും വീട്ടുകാരും മാത്രമേ അവസാനം കാണുള്ളൂ. ബില്ല് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എറണാകുളത്തൊരു ഹോസ്പിറ്റലിൽ പേര് പറയുന്നതന്നായിരിക്കും നല്ല ആസ്റ്റർ ഹോസ്പിറ്റലാണ്. നല്ല ഹോസ്പിറ്റൽ നമ്മളെ പലരും പറയും. നഗരസഭാധ്യക്ഷ KK ജയമ്മ ചടങ്ങിൽ അധ്യക്ഷയായി. പ്രാഥമിക ചികിത്സയ്ക്കും രോഗപ്രതിരോധത്തിനും അടിസ്ഥാന ആരോഗ്യ സംരക്ഷണത്തിനും നഗരത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി ആരംഭിച്ച കേന്ദ്രത്തിൽ ജനറൽ OP, ലബോറട്ടറി, ജീവിതശൈലി രോഗനിർണയം, ഗർഭിണികളുടെയും കുട്ടികളുടെയും ആരോഗ്യ പരിചരണം എന്നീ ക്ലിനിക്കൽ സേവനങ്ങളുണ്ടാകും. രോഗവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യലൈസ്ഡ് ഡോക്ടറുമായി ടെലികമ്മ്യൂണിക്കേഷൻ സൗകര്യം, ഗുരുതര രോഗങ്ങൾ മുൻകൂട്ടി കണ്ടുപിടിച്ച് തുടർ ചികിത്സാ നിർദ്ദേശങ്ങളും റഫറൽ സേവനങ്ങൾക്കും പുറമെ ഗർഭകാല പരിചരണ സേവനങ്ങളും കേന്ദ്രത്തിൽ ലഭ്യമാകും.
പകൽ 1 മുതൽ വൈകിട്ട് 7 വരെയാണ് OP സമയം. ഒരു ഡോക്ടർ, സ്റ്റാഫ് നഴ്സ്, സപ്പോർട്ടിംഗ് സ്റ്റാഫ്, ഫാർമസിസ്റ്റ്, ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർ എന്നിവരുടെ സേവനമാണ് തുടക്കത്തിലുള്ളത്. നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ AS കവിത, MR പ്രേം, നസീർ പുന്നയ്ക്കൽ, MG സതീദേവി, കൗൺസിലർമാരായ ബീന രമേശ്, DP മധു, P രതീഷ്, B മെഹബൂബ്, C അരവിന്ദാക്ഷൻ, B നസീർ, B അജേഷ്, KS ജയൻ, ശ്വേത S കുമാർ, രാഖി രജികുമാർ, നജിത ഹാരിസ്, സിമി ഷാഫിഖാൻ, ഡെപ്യൂട്ടി ഡയറക്ടർ സുരേഷ്, ഡോക്ടർ മുഹമ്മദ് ഹംറാസ്, ഹെൽത്ത് ഓഫീസർ ഇൻചാർജ് മനോജ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ലാറ, NHM കോർഡിനേറ്റർ പ്രവീണ പവിത്രൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജില്ലാ ഭിന്നശേഷി ദിനാചരണം ഉണർവ് 2024 അമ്പലപ്പുഴ MLA H സലാം ഉദ്ഘാടനം ചെയ്തു. പറവൂർ EMS കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പുന്നപ്ര വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ അധ്യക്ഷയായി. സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജില്ലാ ഭിന്നശേഷി ദിനാചരണം ഉണർവ് 2024 അമ്പലപ്പുഴ MLA H സലാം ഉദ്ഘാടനം ചെയ്തു. പറവൂർ EMS കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പുന്നപ്ര വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ അധ്യക്ഷത വഹിച്ചു. ദിനാചരണത്തിന്റെ മുന്നോടിയായി കോളേജ് തലത്തിൽ സംഘടിപ്പിച്ച ക്വിസ് മത്സരത്തിലെ വിജയികൾക്ക് വിവിധ മണ്ഡലങ്ങളിലെ MLAമാർ നൽകിയ ട്രോഫികൾ H സലാം MLA വിതരണം ചെയ്തു. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പദ്ധതിക്ക് വേണ്ടി മാറ്റിവെക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൂടിയാണ് പ്രത്യേകമായി എടുത്തു പറയേണ്ടത്. അതൊരു ജനാധിപത്യ സംവിധാനത്തിലെ ഏറ്റവും പ്രധാന കാര്യമാണ്. സമൂഹത്തിൽ ഏറ്റവും ദുർബലപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരെ സഹായിക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ ആ സിസ്റ്റത്തിലെ ജനാധിപത്യ സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാന കാര്യമായി ഭരണാധികാരികൾ കണക്കാക്കേണ്ട കാര്യമാണ്. ജനങ്ങൾ മാത്രമല്ല, ഭരണാധികാരി കണക്കാക്കണം. എങ്കിലും മാത്രമേ പ്രത്യേകമായൊരു പരിഗണന നൽകാൻ കഴിയുന്ന പദ്ധതി ഉണ്ടാവുകയുള്ളൂ. വർത്താനം പറയാൻ എളുപ്പമാണ്. പ്രത്യേക പരിഗണന വേണമെന്ന് പറയാൻ വേണ്ടി സൗകര്യമാണ്, മൈക്കിലൂടെ പറയാൻ പറ്റും. പക്ഷേ തങ്ങൾക്ക് ലഭിച്ചൊരു അധികാരം ഉപയോഗിച്ചിട്ട് എങ്ങനെ ആ ജനവിഭാഗത്തിന് വേണ്ടി ഒരു പ്രൊജക്ട് ഉണ്ടാക്കാൻ, അതിനുവേണ്ടി പണം ചെലവഴിക്കാൻ മനസ്സ് വയ്ക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ സഹചാരി വിജയാമൃതം അവാർഡ് സീനിയർ സിവിൽ ജഡ്ജ് പ്രമോദ് മുരളിയും വിവിധ കോളേജുകളിലെ സാമൂഹ്യനീതി സെല്ലുകൾക്കുള്ള അവാർഡ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് KN സജിമോനും വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാ ബാബു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP സരിത, ഉജ്ജ്വലബാല്യം പുരസ്കാര ജേതാവ് മുഹമ്മദ് യാസീൻ, ഭിന്നശേഷി സംസ്ഥാനതല കമ്മിറ്റി അംഗങ്ങളായ ആര്യ ബൈജു, ഹരികുമാർ, AH ഷംസുദ്ദീൻ, ജില്ലാതല കമ്മിറ്റി അംഗങ്ങളായ ജോസ്ന, TT ജോപ്പൻ, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ സീനിയർ സൂപ്രണ്ട്, ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാ ബാബു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP സരിത, ഉജ്ജ്വലബാല്യം പുരസ്കാര ജേതാവ് മുഹമ്മദ് യാസീൻ, ഭിന്നശേഷി സംസ്ഥാനതല കമ്മിറ്റി അംഗങ്ങളായ ആര്യ ബൈജു, ഹരികുമാർ, AH ഷംസുദ്ദീൻ, ജില്ലാതല കമ്മിറ്റി അംഗങ്ങളായ ജോസ്ന, TT ജോപ്പൻ, ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് സീനിയർ സൂപ്രണ്ട് MB സ്മിത എന്നിവർ സംസാരിച്ചു. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ AO അബിൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. PFRDA നിയമം പിൻവലിക്കുക, നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പഴയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന ജീവനക്കാരുടെയും അധ്യാപകരുടെയും സംഘടനയായ FSCTO ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. PFRDA നിയമം പിൻവലിക്കുക, നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പഴയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക, ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന ജീവനക്കാരുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ വെള്ളക്കിണർ ജംഗ്ഷന് സമീപത്ത് നിന്നും ആരംഭിച്ച ജില്ലാ മാർച്ച് കളക്ടറേറ്റിന് സമീപം വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിന് മുന്നിൽ അവസാനിച്ചു. തുടർന്ന് നടന്ന ധർണ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി KN അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ സംബന്ധിച്ച് കേരളത്തിലെ സിവിൽ സർവീസിനോടുള്ള നിലപാട് എന്ത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. മറ്റിതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിന്റെ സിവിൽ സർവീസ് ഇന്ത്യക്കാകെ മാതൃകയാവുകയാണ്. കേരളത്തിന്റെ സിവിൽ സർവീസ് ഇന്ത്യക്കാകെ മാതൃകയാകുന്നത് രാജ്യത്തെ യൂണിയൻ ഗവൺമെന്റ് തുടർന്നു വരുന്ന, രാജ്യത്തെ വിവിധ സംസ്ഥാന ഗവൺമെന്റുകൾ തുടർന്നു വരുന്ന നവലിബറൽ ഉദാരവൽക്കരണ നയങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട്
ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി PD ജോഷി ധർണയിൽ അധ്യക്ഷത വഹിച്ചു. NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടറി P സുരേഷ്, KGOA സംസ്ഥാന ഉപാധ്യക്ഷ ഡോക്ടർ സിജി സോമരാജൻ എന്നിവർ സംസാരിച്ചു. FSCTO ജില്ലാ സെക്രട്ടറി C സിലീഷ് സ്വാഗതവും ജില്ലാ ട്രഷറർ രമേശ് ഗോപിനാഥ് നന്ദിയും പറഞ്ഞു. NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ L മായ, P സജിത്, PC ശ്രീകുമാർ, B സന്തോഷ്, KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം V അനിത, KGOA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CK ഷിബു, രാജലക്ഷ്മി, ലവിൻ K ഷാജി, S രതീഷ് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ക്ഷാമബത്ത, ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉടൻ അനുവദിക്കുക, കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കുക, വിലക്കയറ്റം തടയുക, വർഗീയതയെ ചെറുക്കുക, ക്ഷാമബത്തയ്ക്കും ശമ്പള പരിഷ്കരണത്തിനും ആവശ്യമായ തുകയ്ക്ക് ആനുപാതികമായി കേന്ദ്രവിഹിതം അനുവദിക്കുക, ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഉപേക്ഷിക്കുക, സർവകലാശാലയുടെ ജനാധിപത്യാവകാശം സംരക്ഷിക്കുക, HBA മെഡിസപ്പ് പദ്ധതികൾ കാര്യക്ഷമമാക്കുക എന്നീ ആവശ്യങ്ങളും മാർച്ചിലും ധർണയിലും ഉന്നയിച്ചു. ന്യൂസ് ആലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടെ. ആലപ്പുഴ വൈദ്യുതി ഭവൻ ഓഫീസിന് മുന്നിൽ കുറുവാ സംഘം എന്ന ബോർഡ് സ്ഥാപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത്. ആലപ്പുഴ ശവക്കോട്ട പാലത്തിന് സമീപം വൈദ്യുതി ഭവൻ ഓഫീസിന്റെ നയം ബോർഡിലാണ് കുറുവാ സംഘം എന്ന ബോർഡ് സ്ഥാപിച്ചത്. ജലജീവൻ മിഷൻ പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ പൊളിച്ച റോഡ് പൂർവ്വസ്ഥിതിയിലാക്കി പ്രദേശവാസികളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് തൃക്കുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ UDF ജനപ്രതിനിധികൾ വാട്ടർ അതോറിറ്റി ആലപ്പുഴ പ്രോജക്ട് മാനേജറുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം സംഘടിപ്പിച്ചു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ആലപ്പുഴയും ജില്ലാ ടൂറിസം പോലീസും സംയുക്തമായി ബീച്ച് ക്ലീനിംഗ് പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ ബീച്ചിൽ നടത്തിയ ശുചീകരണ പരിപാടി ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ നഗരസഭ പള്ളാത്തുരുത്തി വാർഡിൽ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. പള്ളാത്തുരുത്തി കന്നിട്ട ജെട്ടിക്ക് സമീപം ആരംഭിച്ച ആരോഗ്യ കേന്ദ്രം H സലാം MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.